ഇതിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അതായത് എൻ്റെ പാർട്ട് 2 ഒന്നുമില്ല ഗേസ്. നമ്മൾ സോംബിയായ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സോംബി തരാനില്ല. നമ്മൾ ജീസസ് എന്നെങ്ങനെ പറയുന്നുണ്ട്. നമ്മളാ മോള് സോംബി ആയിട്ടുണ്ട് ഗേസ്. അത് വേറൊരു കാര്യമാണ്. നമ്മളെ മോള് സോംബിയായി. മോനെ ഗെയിം നോക്ക് ഗേസ്. പോളി ഗ്രാഫിക്സ് ആ മരയുടെയൊക്കെ ഗ്രാഫിക്സ് നോക്കിയാ നിങ്ങൾ. ഇതിൻ്റെ പാർട്ട് 2 ആണ് ഗേസ്. ഓക്കെ, നമ്മൾ പിന്നെ 1 മണിക്കൂറിന് മുമ്പ് വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ ഒത്തിരി കളിച്ചു. ഇത് പിന്നെ 1 മണിക്കൂർ ഞാൻ കളിച്ചു, പിന്നെ വീഡിയോ എടുത്തതാണ് ഇപ്പം പാർട്ട് 2. ഇനി 1 മണിക്കൂറിന് പാർട്ട് 3 കഴിയുവാണെങ്കിൽ ഞാൻ ഇടത്തില്ല. പിന്നെ കമല കളിക്കാൻ, അതാണ് കൂടുതൽ പേര് പറഞ്ഞത്. അതും കമല കൂടുതൽ പേര് പറഞ്ഞതല്ല, കമല ഇടത്തില്ല. വാട്സപ്പിൽ പറയുന്നത്, വാട്സപ്പിൽ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത്. ഓക്കെ, എന്തൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്ന് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ ഉറക്കം വരുന്നു. എനിക്ക് രാവിലെ 9 മണിക്ക് എഴുന്നേറ്റിരുന്ന് കളിക്കുവാണ് കേസ്. ഇത് എനിക്ക് പറഞ്ഞ ഒരു 12 മണിയെങ്കിലും ആവും എഴുന്നേക്കണോ. 9 മണിയല്ല, 8 മണിയൊക്കെ ഉണ്ടാവും. 8 മണി ആയോ എനിക്കറിയത്തില്ല. എത്ര മണിയായോ എത്ര സമയമായോന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ കള്ളം പറയും. ഗെയിമിൽ കള്ളം പറയും, റിയൽ ലൈഫിൽ കള്ളം പറയും. നമ്മളെ കുട്ടി സോംബിയൊന്നും ആയില്ല ഗേസ്. പകരം മറ്റേവരില്ലേ, എല്ലാ ജിറ്റേവരുടെ മൈക്കിളിനെ പോലെ ഇരിക്കുന്ന റെഡ് ഉടുപ്പിട്ടവൻ, അവൻ സോംബിയായി ഗേസ്. അവൻ സോംബിയായി സാരല്ല, നമുക്ക് അതൊന്നും വിഷയമല്ല. നമുക്ക് നമ്മൾ പിന്നെ ഭാര്യനെയൊക്കെ കൊണ്ടുപോകാൻ പോയി ഗേസ്. അവൻ ചത്താലും മോന് ചത്താലും ഭാര്യ ചത്തിരിക്കത്തില്ല. പിന്നെ നമുക്ക് നമ്മൾ ചാവുമ്പോഴാ കേസ് നമുക്ക് വിഷമമുള്ളൂ ഈ ഗെയിമിൽ. പിന്നെ വേറെ നിങ്ങൾക്ക് വേറെ ഏത് ഗെയിമാണ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ നമുക്ക് കയറുണ്ടോ മോനെ. ഇത് റെഡ് ആൻഡ് മെൻഷനൊക്കെ ഞാൻ കളിക്കാറുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തില്ല, ബിക്കോസ് അത് എൻ്റെ കണ്ടൻ്റ് അല്ല. എൻ്റെ കണ്ടൻ്റ് ഞാൻ നിങ്ങൾ പറയുന്നതിനും റെഡ് ആൻഡ് മെൻഷൻ പറയുമെന്നെങ്കിൽ അതിനും. പക്ഷെ പബ്ജി ഫ്രീ ഫയർ എൻ്റെ അടുത്ത് കളിക്കാൻ പറയില്ലേ, ബിക്കോസ് എനിക്ക് പേടിയാണ് ഗേസ്. അതായത് ഞാൻ അത് എഡിറ്റായി പോയി പിന്നെ ഞാൻ അത് മാത്രം കളിച്ചിട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാതെ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പേടിയാവും. ഇത് കളിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും. അത് തുറക്കുമ്പോൾ BGMI തുറക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. പിന്നെ ഫ്രീ ഫയർ ഒക്കെ അല്ല, വേറെ ഏതെങ്കിലും ഷൂട്ടിംഗ് ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കളിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ബ്രോ കമൻ്റ് ഇട്ടായിരുന്നു, യു ആർ ലൈക്ക് ആക്ഫൺ ഗെയിമിംഗ് എന്ന്. അങ്ങനെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ആക്ഫൺ ഗെയിമിംഗ് എന്നല്ല ശരിക്കുള്ള പേര്. ശരിക്കുള്ള പേര് AG ഫൺ ഗെയിമിംഗ് എന്നാണ്. AGയുടെ അർത്ഥം എനിക്കറിയത്തില്ല. ഞാൻ പണ്ടിട്ട പേരിൻ്റെ അർത്ഥവും എനിക്കറിയത്തില്ല. DK ദേവ് ഗെയിമിങ്, അത് എന്തോത്തിനാണ് ഞാനങ്ങനെ ഇട്ടേന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ദേവെന്ന് ആക്കി, എൻ്റെ പേര് ദേവതെന്നാണ് എൻ്റെ ഷോർട്ട് ഫോം. ദേവെന്നാക്കിയിട്ട് ഇട്ടയാണ് ഗെയിമിങ് എന്ന്. പിന്നെ ഞാൻ വെറുതെ ഒന്ന് TK തക്കുടു വീഡിയോ ഇരിക്കുന്ന തക്കുടു എന്നൊക്കെ തക്കുടു കേരള എന്നും കൂടെ ആക്കിയതാണ്. വെറുതെ എന്ന് ആക്കിയതാണ്. പിന്നെ ഈ ഒത്തിരി ലോങ് ആയി. ഇതെന്തോ ഞങ്ങൾ സെർച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഒത്തിരി പേര് കമൻ്റ് ഇട്ട്. അതുകൊണ്ട് ഞാൻ പേര് മാറ്റി അവൾ ഗെയിമർ എന്നാക്കി. ആദ്യം ഞാൻ തക്കുടു ഗെയിമർ എന്നാണ് വെച്ച കേസ്. അന്നേരം ചുറ്റിടോ ആവാന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. പിന്നെ രണ്ടാമത് വെച്ചപ്പോൾ വലിയ പേരാന്ന് പറഞ്ഞ് കളിയാക്കി. മൂന്നാമത് ഞാൻ അവൾ ഗെയിമറെന്ന് വെച്ച് അത് സെറ്റായി. എങ്ങനെ സെറ്റായെന്ന് എനിക്കറിയത്തില്ല. അവൾ ഗെയിമർ പിന്നെ വൈറലാവുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ മൂന്നാമത് അവൾ ഗെയിമർ എന്ന് വെച്ചിപ്പോൾ നാലാമത് അത് മാറ്റി കേസ്. നാലാമത് അത് മാറ്റിയിട്ട് അവൾ ഗെയിമർ ദേവെന്നാക്കി. പിന്നെ ചാനലിൻ്റെ ലോഗോ പണ്ട് എൻ്റെ മുഖം വെച്ചിരുന്നു, പിന്നെ അത് മാറ്റിയിട്ട് എൻ്റെ വേറൊരു മുഖം വെച്ച്, അതും മാറ്റി വേറൊരു കൂട്ടിയ അവളിൻ്റെ മുഖം വെച്ച്. അതും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വലിയൊരു അവൾ, അതും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം വെച്ച് തന്നെ അവൾ ഗെയിമർ എന്ന് ടൈപ്പ് ചെയ്തൊരു ലോഗോ ഉണ്ടാക്കി. അവളിൻ്റെ പടമൊന്നും ഇല്ലെങ്കിൽ നല്ല സൂപ്പറാണ്.
എൻ്റെ മുഖം അങ്ങനത്തെ ഒക്കെ പോലെ കാണാവുന്നതാണ്. പിന്നെ ഫേസ് റിവ്യൂലൊക്കെ ഞാൻ കാണുന്നതായിരിക്കും. ഞാൻ എൻ്റെ അവൾ ഗെയിമർ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ യൂട്യൂബിൽ. എന്നിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം വരും. അത് നിങ്ങൾ ഒത്തിരി സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ GTA 5 സ്പൈഡർമാൻ മോഡ് എന്നൊക്കെല്ലാം പറഞ്ഞ് വരുന്നതായിരിക്കും ഗേസ്. അതിനകത്ത് എൻ്റെ ഫേസൊക്കെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണം. ഞാനിപ്പോൾ ഫേസിനകത്തെന്താന്ന് പറയുമ്പം എഡിറ്റിങ് ശരിയാവുന്നില്ല എൻ്റെ. ഞാൻ പണ്ടൊക്കെ ഞാൻ എഡിറ്റിങ്ങിൽ പ്രോ ആയിരുന്നു. എനിക്ക് മൊബൈലിൽ നിന്ന് ആ ചാനലുള്ളത്. ഇങ്ങനെ ലാപ്ടോപ്പിൽ കളിച്ചിട്ട് വീഡിയോ എടുത്ത് മൊബൈലിൽ ഇടുക. പിന്നെ എഡിറ്റിങ് ചെയ്യാത്ത എന്താണെന്ന് പറയുമ്പം എഡിറ്റിങ് എനിക്ക് അത്ര ഇഷ്ടമില്ല. എൻ്റെ മുഖം ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം കണ്ട് ഇടത്തുള്ളൂ. മുഖം ഇട്ടാലും ഇത് എൻ്റെ മുഖം ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഇപ്പോഴും കുഞ്ഞാണ്, എനിക്ക് 10 വയസ്സേ ഉള്ളൂ. പിന്നെ മുഖം ഇത്രയും പഠിക്കും മേക്കപ്പ് ആഗ്രഹമൊന്നുമില്ല. പൗഡർ ഒന്നും ഇടത്തില്ല. ഞാൻ മാപ്പാടെ ആ മുടി ഒന്ന് ചീപ്പ് അത്രേ ഉള്ളൂ. പറയാമെന്ന് അടിക്കും. മോനെ ഗെയിം കണ്ടോ നിങ്ങൾ? ഈ ഗെയിം ശ്രദ്ധിച്ചേക്ക്. ഈ ഗെയിം അത്രയും സീനാന്ന് പറയുമ്പോൾ അത്രയും സീനാണ് കേസ് ഈ ഗെയിം. അവിടെ ബോർഡൊക്കെ കണ്ടോ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ബോർഡ് അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ 1+2 1+3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കാര്യമാക്കാത്തൂടെ മുമ്പോട്ട് പോകും സുഹൃത്തുക്കളെ. ബ്ലഡ് എനിക്ക് പേടിയാണ്. കമലയുടെ ബ്ലഡ് എനിക്ക് പേടിയില്ല. സോംബീസിൻ്റെ ഡേറ്റ് ഓഫ് ആക്ഷൻ ഓക്കെ. വാട്ടർ ഏരിയ ഓഫ് ഓപ്പറേഷൻ 18:08. ഓക്കെ. ഫക്കിംഗ് കോണ്ടാക്ട് 23.12 PVT at water reports visual sound contact state 2 Corrid Gaps inferent near Colaspes office building moving to investigate 23.40. അതുകൊണ്ട് എന്തൊക്കെയോ വായിച്ചിരിക്കുന്നു, മനസ്സിലായില്ല അതെന്തോ എഴുതിയേക്കുന്നതാണ്. നമുക്ക് ടോർച്ചിൻ്റെ വെട്ടം കൊണ്ടോ അതാണ് എൻ്റെ ഗ്രാഫിക്സ്. അതല്ല എൻ്റെ ഗ്രാഫിക്സ്. ഈ പുല്ലൊക്കെ കൊണ്ടോ പണ്ടത്തെ ബിൽഡിങ് പോലെ തന്നെ ഉണ്ട് ഈ ഗ്രാഫിക്സ്. ഇതിൻ്റെ ഗ്രാഫിക്സ് ആ പറഞ്ഞ ബ്രോൻ്റെ അടുത്ത് ഞാൻ താങ്ക് പറയുന്നു. അവിടെ നോമിനെ പിടിച്ച് മാറ്റട്ടെ ഞാൻ. എടാ തോമ്പി എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നോ? എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ലടേ, അവിടെ ഒന്നും ഇല്ല. അവിടെ ഉണ്ടേ ഇല്ല. ഞാൻ വെറുതെ നോമിനെ പിടിച്ച് മാറ്റി. ഓക്കേ. ഗെയിം പബ്ജി പോലെ തന്നെ ആണെന്ന് തോന്നുന്നു. പിന്നെ പുതിയൊരു ഹൈ ഗ്രാഫിക്സ് ഗെയിം ഇറങ്ങിയായിരുന്നു, അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈ ഗ്രാഫിക്സ് എന്ത് ബോഡി കാവോ അങ്ങനെ കണ്ടു പറയുന്ന ഒരു ഗെയിമാണ് ഗെയ്സ്. ഗെയിംഗ്രാഫിക്സ് കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാനും എൻ്റെ വീഡിയോ ഇട്ടത് ഞാൻ വേറെ ഏതോ ലെവൽ എടുത്തിട്ടാണ് ഞാൻ ഇട്ടത്. അതിനകത്ത് നല്ലൊരു ബിൽഡിങ്ങൊക്കെയാണ് ഗെയ്സ്. ഇത്രയും ഗ്രാഫിക്സ് റിയലിസ്റ്റിക്കിനേക്കാളും ഗ്രാഫിക്സ്. ഇത് പിന്നെ ഫ്രണ്ട് വേഴ്സൺ വ്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഫ്രണ്ട് വേഴ്സൺ വ്യൂ മാത്രമേ ഉള്ളൂ ഗെയ്സ്. അതാണ് എൻ്റെ ഫിസിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നല്ല, അത് ഗ്രാഫിക്സും ഫിസിക്സിലും നല്ലതാണ് ബോഡി ക്യാം എന്ന് പറയുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേര് കൊടുത്തില്ല, ബെസ്റ്റ് ഗ്രാഫിക്സ് ഗെയിം ഇൻ ദ വേൾഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. ഓക്കെ, അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഗേസ്. ഓക്കെ, എൻ്റെ പാർട്ട് 3 എന്നാണ് ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഗെയിം ഞാൻ കളിച്ചത് തന്നെ. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം എല്ലാം എനിക്കറിയാം. ഞാൻ ഗൂഗിളിലെല്ലാം ഒത്തിരി സെർച്ച് ചെയ്തായിരുന്നു ഈ ഗെയിമിനെ പറ്റി. ഒരു അത്യാവശ്യം ഫേമസ് ആയ ഗെയിമാണെന്നാണ് പറഞ്ഞത്. ആക്ഫോൺ ഗെയിമിങ് ഇത് കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കളിച്ചെന്നാണ് ഒരു ബ്രോ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബാക്കി 2 ഞാൻ കളിക്കുന്നതായിരിക്കും. ലെറ്റ്സ് ബൈ.